ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ഈ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ. റെഡിയല്ലേ? വന്നോളൂ. ഇതിൽ ഒരാൾ തിരിക്കും. അപ്പം ആരാണ് എന്നുള്ളത് നമ്മൾ അറിയും. അതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന ക്ലൂസ് അതിൽ കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇവർ 30 സെക്കൻഡിന് മുൻപേ തീർത്തു, അവർക്ക് 25 മാർക്ക് കിട്ടി. അപ്പം നിങ്ങൾ 30 സെക്കൻഡിന് മുന്നേ തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത. ഉണ്ണികൃഷ്ണൻ സാർ തുടങ്ങാം അല്ലേ? ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ആരംഭിക്കാം. 60 സെക്കൻഡ് സമയമാണ്. പക്ഷെ 30 സെക്കൻഡിനകത്ത് തീർത്താൽ ഫുൾ മാർക്ക് കിട്ടും. അതേത് വംശാവലിയാണെന്ന് നോക്കുക. 5 സ്ഥാനങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും കേട്ടോ. ശരി, അപ്പോൾ ആരംഭിക്കാം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. തുഷള വെച്ചു. 45 സെക്കൻഡ്സ്. 40 സെക്കൻഡ്സ് ബാക്കി. 35 സെക്കൻഡ്സ് ബാക്കി. 30 സെക്കൻഡ്സ് ബാക്കി. 25 സെക്കൻഡ്സ് ബാക്കി. കഴിഞ്ഞോ? 20 സെക്കൻഡ്സ് ബാക്കി. ഇല്ല 15 സെക്കൻഡ്സ് ബാക്കി. കഴിഞ്ഞോ? സമയം പോവാണ്. ഓക്കെ. ഇനിയിപ്പോൾ ഇത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ രണ്ടുപേരും ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ഉണ്ണികൃഷ്ണൻ സാറെ നമുക്ക് സാറോട് ചോദിക്കാം. സാർ, അപ്പോൾ ഏതായാലും ഇവർ പൂരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയണം. സാറെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വള്ളുവനാട് വിദ്യാമന്ദിർ, വേദവ്യാസൻ, അംബിക, അംബാലിക രണ്ടും ശരിയാണ്. പാണ്ഡു, മാദ്രി, കുന്തി ശരിയാണ്. തൊട്ട് താഴെ ഗാന്ധാരി, സുഗത ശരിയാണ്. ദുശ്ശള എല്ലാ ഉത്തരവും ശരിയാണ്. അപ്പൊ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ 13 സെക്കൻഡിലായിരുന്നു നിങ്ങൾ ഉത്തരം പൂർത്തിയാക്കിയത്. ഞാൻ അതിനു മുൻപ് ചോദിച്ചു കഴിഞ്ഞോന്ന്. 13 സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴാണ് 13 സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്. അതിന് മുൻപ് ഞാൻ ചോദിച്ചു കഴിഞ്ഞോന്ന്. അപ്പൊ ഏതായാലും ചെറിയൊരു സംശയം ഇല്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംശയം വീണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമയം നമുക്ക് നഷ്ടമായത്. അവർ 13 സെക്കൻഡ് ബാക്കിയുള്ള സമയത്താണ് പൂർത്തിയാക്കിയത്. അവർക്ക് ഈ ഒരു റൗണ്ടില് 15 മാർക്ക്.